എന്താ ഇപ്പോൾ ഒരു പറക്കം പാച്ചില്? എങ്ങോട്ടാ ഈ നേരത്തെ? ഇനി ഞങ്ങളെ സ്കൂളിലെ ആനുവൽ ഡേ അല്ലേ? എന്താ അത്? വല്ലിപ്പാക്ക് മനസ്സിലായില്ലല്ലോ. Grandpa, it's the cultural program. 14th annual day celebration of Peace Bible School. എന്തൊക്കെ ഈ ചെറുക്കം പറയണേ? ഇതൊന്ന് മനസ്സിലായിരുന്ന ബാസേ പറയടാ. ഏതായാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടീൻ്റെ കൊണുണ്ട്. അതെ വല്യമ്മ, ഇന്ന് ഞങ്ങളെ സ്കൂളിലെ പാട്ടും ഡാൻസും ഒക്കെയാണ്. അതാ ഞങ്ങളെ ബസ് വന്നിക്കണ്. അതാ ഇത്ര തിരക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞമ്മക്ക് ഇവിടെ കുറച്ചേരം ഇരിക്കാം. പോകാനിപ്പോ ഏതായാലും പറ്റൂലല്ലോ. അതാ നല്ലത്. ഞമ്മക്കിപ്പോ ഇവിടെ ഇരിക്കാം. അതന്നെ ഇപ്പൊ ഒരു ഒച്ച കേൾക്കുന്നത്. വമ്പന്മാരുടെ നാട് മമ്പാട് എന്നീ വാക്കുകളിൽ നിന്നാണ് മമ്പാട് എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. AD 11-ാം നൂറ്റാണ്ടിൽ തന്നെ മമ്പാട് ഗ്രാമം രൂപപ്പെട്ടതായി അനുമാനിക്കാം. വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് മമ്പാട് പഞ്ചായത്ത്. ജാതിമത ഭേദമന്യേ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും തോളോട് തോൾ ചേർന്ന് സന്തുഷ്ടരായി ജീവിക്കുന്ന സുമനസ്സുകളാണ് മമ്പാടിൻ്റെ സവിശേഷത. ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രതാളുകളിൽ പൊൻതൂവൽ ചാർത്തി 2010 സ്ഥാപിതമായ പീസ് പബ്ലിക് സ്കൂൾ കഴിഞ്ഞ 14 വർഷക്കാലമായി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവന നൽകാൻ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. പഠന പാഠ്യേതര വിഷയങ്ങളിൽ എന്നും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ജനഹൃദയം കവർന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ 14-ാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തന്നെ വാക്കുകളീണം ശ്രവിക്കാൻ നിൽക്കാതെ തോക്കായി ഗമിക്കുന്നുവെന്നേ. കവിതയോ കവചിത വ്യൂഹം തകർത്താടും വീര്യത്തിൻ ഗാഥയാകുന്നേ. കാത്തിരിക്കേണ്ട നീ എന്നെ ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. അരുവികളൊഴുകുന്ന ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു. ഇനിയെന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളും
തുറന്നു മറ്റൊരു ദർവാസ. അതിരുകളില്ലാത്ത ആനന്ദം പൂക്കുന്ന തോപ്പുകളാം ജന്നാത്തുൽ ഫിർദൗസ. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. അതിരുകൾ നാലും മടച്ചോരു ജനതയോടരുതായിക കാട്ടുന്നിരത്ര കാലം. അതിരുകൾ നാലും അടച്ചോരു ജനതയോടരുതായിക കാട്ടുന്നിരത്ര കാലം. അപമാനം പേര് ജീവിക്കയില്ലെന്ന അസ്മിൻ ഉയിർപ്പായി പിറന്ന താളം. അതിജീവനത്തിന്റെ ഇന്തിഫാദ പാടുമ്പോൾ കല്ലും കവളയുമാണു മേളം. ഫതഹിൻ ശീലുകൾ പാടും പെരുന്നാക്ക് പുതുസിലൊരുമിക്കും നാം ഒരു നാളിൽ. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. പകലിരവില്ലാതെ ക്രൂരത പെയ്യും ഫലസ്തീനിലേക്കായി തന്നെ. വാക്കുകളീണം ശ്രവിക്കാൻ നിൽക്കാതെ തോക്കായി ഗമിക്കുന്നുവെന്നേ. കവിതയോ കവചിത വ്യൂഹം തകർത്താടും വീര്യത്തിൻ ഗാഥയാകുന്നേ. കവിതയോ കവചിത വ്യൂഹം തകർത്താടും വീര്യത്തിൻ ഗാഥയാകുന്നേ. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ. പിറന്ന മണ്ണിനെ തുരന്നു തിന്നാൻ കച്ചകെട്ടിറങ്ങിയ ജൂതപ്പിശാചുകൾക്ക് മുന്നിൽ തളരാത്ത മനസ്സും അണയാത്ത ഈമാനികാവേശവും കൊണ്ട് ഫലസ്തീൻ നിരന്തരം അത്ഭുതപ്പെടുത്തുകയാണ്. എല്ലാം തകർന്നടിഞ്ഞ് ഒറ്റക്കായപ്പോഴും ഒരേ ഒരുത്തനെ മാത്രം നെഞ്ചിലേറ്റിയവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിലാകെ ഉയർന്നു പൊങ്ങി. അബൂ ഉബൈദമാർ ഒന്നിനു പുറകെ ഒന്നായി ജനിച്ചുകൊണ്ടേയിരിക്കും. മസ്ജിദുൽ അഖ്സയുടെ മുമ്പറുകളിൽ വീറുകൾ വീണ്ടും മുഴങ്ങും. സത്യം വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്.